ഇന്ന് നമ്മൾ നോക്കുന്നത് അക്കാഡമിക് സെർച്ച് ടെക്നിക്സ് ആണ്. എന്ത് കാര്യത്തിനും നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പലരും. അപ്പോൾ ഒരു കേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിങ്ങിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, പഠിക്കാനുള്ള അസൈൻമെൻറ്റ്സ് ആയിക്കോട്ടെ, എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മെഡിസിനോ എന്ത് കാര്യം നമ്മൾ ആദ്യം നോക്കുന്നത് മറ്റാരോട് ചോദിക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നുന്ന ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സെർച്ചിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. അതുപോലെ യാഹൂ, MSN, അതുപോലെ തന്നെ ബിങ്, ഇതുപോലുള്ള ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് ഏതാണ്? ഗൂഗിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ള സെർച്ച് ടെക്നിക്സ് ആണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഇൻ്റർനെറ്റിൽ നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ബൂളിയൻ ലോജിക് റൂൾസ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു കഴിവ്, അത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. ആൻഡ്, ഓർ, നോട്ട്, അതൊക്കെ ബൂളിയൻ ലോജിക്കൽ റൂൾസാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അത്തരത്തിൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള റിസർച്ച് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ മെയിനായിട്ട് ഗൂഗിൾ യൂസ് ചെയ്യുന്നതാണ് പേജ് റാങ്കിങ് ടെക്നിക്സ്. അപ്പോൾ ഗൂഗിൾ ഇത്തരം പേജ് റാങ്കിങ് ടെക്നിക്സൊക്കെ വളരെ സീക്രട്ടായിട്ടാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ കൂടി നമുക്ക് അതെങ്ങനെയാണ് ആ പേജസ് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വെബ് പേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന സെർച്ച് ബാറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ടേംസിന് അപ്പിയർ ചെയ്യുന്ന ആ സെയിം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വെബ് പേജിൽ വരുന്ന ലിങ്ക്സ് അത് അപ്പിയർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു പേജിൻ്റെ ഹെഡേഴ്സിൽ വരുന്ന കണ്ടൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാം നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടും. ഓക്കെ, ഒരു വെബ് പേജിൻ്റെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, ഏതെങ്കിലും ഒരു ടേം നമ്മൾ സെർച്ച് ബാറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പേജസ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കിട്ടുന്ന റിസൾട്ട് പലതും ഫസ്റ്റ് നമുക്ക് ഏതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് കിട്ടുന്നു എന്നുള്ളത് ഇത്തരത്തിലുള്ള പേജ് റാങ്കിങ് ടെക്നിക്സിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഗൂഗിളിലുള്ള സെർച്ച് എൻജിൻ ടെക്നിക്സ് ആണ് ഇവിടെ പറയുന്നത്. മെയിനായിട്ട് 14 ടെക്നിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റർ എ സിംഗിൾ വേർഡ്, എൻ്റർ സെവറൽ വേർഡ്സ്, എൻ്റർ എ ഫ്രേസ് ഇൻ കോഡ്സ്. ഫോർത്ത് വൺ നാരോയിങ് എ സെർച്ച്. ആ നാരോയിങ് സെർച്ചിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ നാരോ ചെയ്യാം. ഒന്ന് പ്ലസ്, അതായത് നമുക്ക് കൂടുതൽ കീവേഡ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കാം. Next, add a site to search only specific sites or types. Next one, add a file type. Then seventh one, use or to search multiple terms. Use negation to search for tilt. We can call it as tilt to search for synonyms of a term, and use star as a wildcard with your search terms. 10th one, Google image search, advanced image search, filtering objectionable മെറ്റീരിയൽസ്, കോപ്പിറൈറ്റ്, ആൻഡ് ഫൈനലി അഡ്വാൻസ് സെർച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ടെക്നിക്സുമായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നുമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണെന്ന് എൻ്റർ എ സിംഗിൾ വേർഡ്. ഇപ്പം നമുക്ക് ഏത് വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ നമുക്ക് വേണ്ടത്, അപ്പോൾ ആ ഒരു സിംഗിൾ വേർഡ് മാത്രം നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം ആ ഒരു സെർച്ച് ബാറിൽ. ഓക്കെ, എൻ്റർ ദ വൺ വേർഡ് ദാറ്റ് യു അസോസിയേറ്റ് വിത്ത് യുവർ topic, and typically this will return too many results unless the term is a commercial trademark and you are looking for the company's website. അപ്പോൾ ഏതാണെങ്കിലും നമുക്കിപ്പോൾ ഏതൊരു വേർഡ് കൊടുത്തു കഴിഞ്ഞാലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് റിസൾട്ട്സ് നമുക്ക് താഴെ കാണാൻ വേണ്ടി പറ്റും. 1, 2, 3 നമുക്ക് ആ ഒരു കൗണ്ട്, നമുക്ക് ആ പേജസിൻ്റെ കൗണ്ട് നമുക്ക് അവിടെ താഴെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും റിസൾട്ട്സ് നമുക്കതിൽ ആ ഒരു പെർട്ടിക്കുലർ ടേമായിട്ട് റിലേറ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും. Then, enter several words. When you enter more than one word, the search engine assumes you want pages with all of these words, and this also often returns too many results. The pages you get will have all the words in any order, and that may or may not be near each other.
For example, if you enter first and last name, you may get some pages of the person you seek, and you will also get pages where a list of names contain one person with the first name and another person with the last name. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ രണ്ട് വേർഡ്സ് തന്നുകൊണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ രണ്ട് വേർഡ്സിൻ്റെയും മൊത്തത്തിൽ വരുന്ന രീതിയിലുള്ള പേജസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും ഒരു സിംഗിൾ വേർഡ് മാത്രം വരുന്ന പേജസ് ഉണ്ടായിരിക്കാം, സെക്കൻഡ് വേർഡ് മാത്രം വരുന്ന പേജസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്നതും ഇതുപോലുള്ള ഒരുപാട് നമ്പർ ഓഫ് പേജസ് നമുക്കിതിൻ്റെ റിസൾട്ടായിട്ട് വരും. ഓക്കെ, അതാണ് എൻ്റർ സെവറൽ വേർഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമിൻ്റെ കാര്യം മാത്രമാണ് മെൻഷൻ ചെയ്തത്. ഇതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വേർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സെൻറ്റൻസിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്നില്ലാത്ത ബാക്കിയുള്ള വേർഡ്സ് ഉള്ളത്, അങ്ങനെ ഒരു കോമ്പിനേഷൻസിലെ ഒരുപാട് പേജസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ്, enter a phrase in chords, and this is the most effective way to limit a search, and Google will return pages with words in the exact order, and it is good if you are searching for a specific phrase. അതായത് നമുക്ക് ആ എക്സാക്റ്റ് ഫ്രേസ് തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് കോഡ്സിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോഡ്സിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെയിം ഓർഡറിൽ തന്നെയുള്ള റിസൾട്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു റിസൾട്ടിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റർ എ ഫ്രേസ് ഇൻ കോഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ഫ്രേസ് നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിസൾട്ടിനൊക്കെ നമുക്ക് ഏതാണ് നല്ലത്? ഇത്തരത്തിൽ കോഡ്സിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ്, 4, narrowing a search. There are mainly 2 types. First one, use plus to require specific keywords to be considered, and it is used for searching common words which would typically exclude from a search. And for example, word 1 plus word 2 will force Google to include word 2 in the search. അതായത് നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പ്ലസ് വെച്ച് സ്പെസിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടിപ്പിക്കലി നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് വേർഡ് മാത്രമുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയ ആ ഒരു രീതിയിൽ സെക്കൻഡ് വേർഡ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാവാം. അപ്പോൾ ആ രണ്ടും നമുക്ക് കോമ്പിനേഷനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് കമ്പൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, യൂസ് മൈനസ് ടു എക്സ്ക്ലൂഡ് കീവേഡ്സ് അസോസിയേറ്റഡ് വിത്ത് അൺറിലേറ്റഡ് ടോപ്പിക്സ്. അതായത് നമുക്ക് ആ ഒരു കോമ്പിനേഷനിൽ നമുക്ക് വേണ്ടാത്ത റിസൾട്ട്സ് അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? മൈനസ് സൈൻ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, മൈനസ് സൈൻ യൂസ്ഡ് ബിഫോർ ദ കീവേഡ്സ് ദാറ്റ് വുഡ് ബി associated with topics you don't want to see in the results. For example, virus minus computer return only web pages about biological viruses. കാരണം നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് വൈറസിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, വൈറസ്, വേം, ഇതൊക്കെ. അപ്പോൾ ആ ഒരു വൈറസ് മൈനസ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ആ കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്ത വൈറസിൻ്റെ പേജസൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏത് മാത്രമായിരിക്കും? ബയോളജിക്കൽ വൈറസിൻ്റെ കാര്യമായിരിക്കും. അതുപോലെ തന്നെ വേംസിൻ്റെ കേസ് നമുക്ക് ഈ ഒരു രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ നാരോ ചെയ്യാം? ഒന്ന് പ്ലസ് വെച്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം, അതുപോലെ മൈനസ് വെച്ച് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനും കൊടുക്കാം. അടുത്തത്, ആഡ് സൈറ്റ് ടു സെർച്ച് ഓൺലി സ്പെസിഫിക് സൈറ്റ്സ് ഓർ ടൈപ്സ് ഓഫ് സൈറ്റ്സ്. And if you are looking for a specific site, you can mention it and can limit your search to specific areas on the internet by entering site and a domain name after your search terms. For example, word 1 site pbs.org, and that is used to search only on the PBS site. And word 1 site .edu means here we can search only education site. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സൈറ്റ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്കതിനെ വീണ്ടും നാരോ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ആ ഒരു സെർച്ചിനെ ലിമിറ്റ് ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ടേം കൊടുത്തു കഴിഞ്ഞാൽ ആ ടേം നമുക്ക് ആ ഒരു pbs.org മാത്രമുള്ള ആ ഒരു വേർഡാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൊറോണയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സൈറ്റ് കിട്ടും. അതിൽ നമുക്ക് ആരോഗ്യ കേരളത്തിൻ്റെ മാത്രമാണെങ്കിൽ ആരോഗ്യകേരളം .in government.in എന്നുള്ള രീതിയിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അതിൽ കൊറോണയുടെ കേസ് മാത്രമായിട്ട് വരുന്ന പേജസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് കൊറോണയുടെ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ഇന്ത്യയുടെ കേസ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൊരു .in
അപ്പോൾ ഇന്ത്യയിലെ മാത്രമുള്ള ആ ഒരു കൊറോണ ആയിട്ട് റിലേറ്റ് ചെയ്ത സൈറ്റിലെ റിസൾട്ട്സ് മാത്രമായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു സെർച്ചിനെ നമുക്ക് ലിമിറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ സെർച്ച് ഓൺലി ഓൺ ഒരു പെർട്ടിക്കുലർ സൈറ്റ് വെച്ച് കൊടുക്കാം, അതുപോലെ തന്നെ ഡൊമൈൻ നെയിം വെച്ചിട്ടും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ .edu അല്ലെങ്കിൽ .com ആ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സൈറ്റ് ഏത് ടൈപ്പ് സൈറ്റാണെന്ന് മാത്രമാണ് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതല്ല നമുക്കൊരു പെർട്ടിക്കുലർ സൈറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലും സൈറ്റിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. Next, 6. Add file type to search for documents other than web pages. The file type PDF will return only files in the PDF format, and you can also use this to search for PowerPoint, MS Word, Flash and many other kinds of files. നമുക്ക് മെയിനായിട്ട് ഇവിടെ ഫയൽ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ കൂടി സ്പേസ് ചെയ്ത് PDF അല്ലെങ്കിൽ PPT എന്ന് കൊടുത്താൽ നമുക്ക് ആ ഒരു PPTയുടെ ഫയൽസ് മാത്രമായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടാറുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു രീതിയിൽ പറയാതെ ഫയൽ ടൈപ്പിന് നമ്മൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതല്ല എങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഒരു PPT ഫോമാറ്റിലുള്ള ഫയൽസ് PPT എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, യൂസ് O to search for multiple terms. If more than one word entered for search, it will return pages that include either word. For example, one word or word 1 or word 2 finds pages that include either word. അതായത് ഇവിടെ or എന്ന് പറയുന്ന ഒരു ബൂളിയൻ ലോജിക് റൂൾസിൽ യൂസ് ചെയ്യുന്നതാണ് ഓർ. അപ്പോൾ ഓർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 വേർഡ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വേർഡ് ഓർ സെക്കൻഡ് വേർഡ് ആണെങ്കിൽ ഫസ്റ്റ് വേർഡിൽ വരുന്ന എല്ലാ റിലേറ്റ് ചെയ്ത് വരുന്ന പേജസ്, സെക്കൻഡ് വേർഡ് റിലേറ്റ് ചെയ്ത് വരുന്ന പേജസ്, അതുപോലെ തന്നെ ഫസ്റ്റ് വേർഡും സെക്കൻഡ് വേർഡും രണ്ടും കമ്പൈൻഡ് ആയിട്ടുള്ള പേജസ്, ഇതെല്ലാം കൂടി നമുക്ക് എന്തിൽ കിട്ടും, നമ്മുടെ റിസൾട്ടിൽ കിട്ടും. നമ്മൾ പ്ലസ് പറഞ്ഞ പോലെ തന്നെ ഇതിലും ആ ഒരു രീതിയിലുള്ള റിസൾട്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ യൂസ് ടിൽറ്റ് to search for synonyms of a term. If you want to find the pages that include same words or synonyms of the terms, we use tilde before the terms. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടേം അപ്പോൾ അതിൻ്റെ സിനോണിംസ് ആയിട്ടുള്ള ടേംസ് വരുന്ന വെബ് പേജസ് ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടേണ്ടത് എങ്കിൽ നമുക്കതിൻ്റെ ഏത് ടേം ആണോ അതിൻ്റെ മുമ്പിൽ ടിൽറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെർച്ച് ബാറിൽ കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ അതിനായിട്ട് ആ ഒരു പേരിലില്ലെങ്കിൽ കൂടി അതിൻ്റെ സിനോണിമായിട്ടുള്ള വരുന്ന പേജസും ടേംസിൽ വരുന്ന പേജസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. കാരണം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വേർഡ് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. കാരണം അത് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും ചിലപ്പോൾ ആ ഒരു സ്പെസിഫിക് ഓർഡർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള പേജസ് കൂടി നമുക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിസർച്ച് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു രീതിയിലുള്ള ആർട്ടിക്കിൾസും നമുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ടിൽറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടിൽറ്റ് വേർഡ് 1 finds the pages that include word 1 or its synonyms. Okay, next, use star as a wildcard with your search terms. Word 1 star word 2 finds pages that include this phrase. Word star can be any word. If you are having trouble getting results, it may be that the authors of the pages on the given topic use specific jargon to describe that you are looking for. അതായത് നമുക്ക് 2 വേർഡ്സ് അതിനിടയിൽ എന്തും ആവാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കൊടുക്കാം, സ്റ്റാർ, ഒരു വൈൽഡ് കാർഡായിട്ട് നമുക്ക് സ്റ്റാർ കൊടുക്കാം. ഇനി അതിന് പകരം നമുക്ക് ചില ഓതേഴ്സ് പലതരത്തിലുള്ള ജാർഗൺസും ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ഈ ഒരു രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, നെക്സ്റ്റ്, ഗൂഗിൾസ് ഇമേജ് സെർച്ച്. നമുക്കറിയാം നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വരുന്ന ഒരു ഓപ്ഷനാണ് ഇമേജ് സെർച്ച്. അപ്പോൾ ഗ്രേറ്റ് വേ ടു ഫൈൻഡ് ദ പിക്ചേഴ്സ്. ദെൻ റിസൾട്ട്സ് വിൽ ബി എ കളക്ഷൻ ഓഫ് സ്മോൾ ഇമേജസ്. നമുക്ക് തമ്പനെയിൽ ഒരുപാട് ഇമേജസ് ആണ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അതാണ് ഗൂഗിൾസ് ഇമേജ് സെർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിക്കിൾസ് മാത്രമല്ല, ടെക്സ്റ്റ് മാത്രമല്ല, നമുക്ക് ഏതും വരുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്, ഇമേജസ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, അഡ്വാൻസ് ഇമേജ് സെർച്ച്. യൂസ് ദ അഡ്വാൻസ് ഇമേജ് സെർച്ച് to specify the kind of images you want Google to find using size, file types, coloration and domain. നമുക്ക്
സെർച്ചിൻ്റെ പോലെ തന്നെ നമുക്ക് അഡ്വാൻസ് സെർച്ച് നമുക്ക് ഇമേജിൻ്റെ കേസിൽ കൊടുക്കാം, അല്ലാതെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ സൈസ് എത്രയായിരിക്കണം, ആ ഒരു ഇമേജിൻ്റെ സൈസ് എത്രയായിരിക്കണം, അതെന്ത് ഫയൽ ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഏത് ഡൊമൈനിലുള്ളതായിരിക്കണം എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു റിസർച്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതാണ് അഡ്വാൻസ്ഡ് ഇമേജ് സെർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ടൊരു തമ്പനയിലൊരു ഇമേജ് സെർച്ച് ചെയ്യുന്നതല്ല, പകരം നമുക്കത് ഏത് സ്പെസിഫിക് ടൈപ്പിലുള്ളതായിരിക്കണം അല്ലെങ്കിൽ എത്ര സൈസുള്ളതായിരിക്കണം നമ്മൾ കൂടുതൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് അഡ്വാൻസ് ഇമേജ് സെർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 12. Filtering objectionable materials. Google Save Search features operates in moderate filtering mode by default, and this blocks nearly all sexually explicit content from your results. And if you want to be more certain, change the preferences to strict filtering. And it is possible to turn off filtering if your search topic is blocked. അതായത് നമുക്കിപ്പോൾ കുട്ടികളുടെ കേസിൽ തന്നെ കുട്ടികളിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ പല രീതിയിലുള്ള സൈറ്റ്സും വീഡിയോസും ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പോണായിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടൻസ് നമുക്കവിടെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സേഫ് സെർച്ച് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു രീതിയിൽ അത് എനേബിൾ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗൂഗിൾ സെർച്ച് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം കേസസിൽ നമുക്ക് എന്താ നമ്മളത് ഫിൽട്ടർ ചെയ്യാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സൈറ്റിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ ചേഞ്ചസ് നമ്മൾ വരുത്താണ്, പ്രിഫറൻസസ് നമ്മൾ ചേഞ്ചസ് വരുത്താണ്. ഇനി നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും റിസർച്ച് ഓറിയൻറ്റഡ് ആർട്ടിക്കിൾസ് നമുക്ക് ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഫിൽറ്ററിങ് നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് നമുക്ക് സെർച്ച് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അത് കമ്പ്യൂട്ടറിലായിക്കോട്ടെ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലായിക്കോട്ടെ, iOS-ലായിക്കോട്ടെ, ഈ എല്ലാത്തിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഗൂഗിളിൽ നമുക്ക് ഈ ഒരു സേവ് സെർച്ച് ഓപ്ഷൻ അവൈലബിൾ ആണ്. Then next is copyright. Not everything you find on the web can be used for free. In most cases, no need to ask permission of the copyright holder for one-time use of an image in a classroom, but you should get permission before reproducing it. അതായത് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഇത് ഈ ഒരു രീതിയിലുള്ള പെർമിഷൻ്റെ കേസ് നമുക്ക് ചോദിക്കണമെന്ന് വരുന്നില്ല. കാരണം നമ്മളൊരു ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഗൂഗിളിലെ പല ഇമേജസും നമ്മളവിടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പല കണ്ടൻസും നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതെല്ലാ രീതിയിലും നമുക്ക് ആ ഒരു രീതി എല്ലാ ടൈപ്പിൽ നമുക്ക് ഈ ഒരു രീതി നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ ഒരു കോപ്പിറൈറ്റ് ഹോൾഡറിൻ്റെ പെർമിഷൻ വാങ്ങിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളവിടെ സൈറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ റെഫറൻസ് ഇതൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണ് കോപ്പിറൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനു മുമ്പ് നമ്മളതിൻ്റെ പെർമിഷൻ എടുത്തിരിക്കണം. ദെൻ ഫോർത്ത് വൺ, അഡ്വാൻസ് സെർച്ച്. നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ഇമേജ് സെർച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്വാൻസ് ഇമേജ് സെർച്ചിൻ്റെ കേസിൽ ഈ ഒരു ഇമേജിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള അഡ്വാൻസ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അഡ്വാൻസ് സെർച്ചിൻ്റെ കേസിലും ഇറ്റ് പ്രൊവൈഡ്സ് സിമ്പിൾ ഫോം ദാറ്റ് ഇൻക്ലൂഡ്സ് all the techniques mentioned above plus much more. That is languages, dates, locations of keywords, all kinds of attributes that can be used to craft more effective searches. And if you want to keep, you can bookmark it for future use or copy the URL from the location field in the browser and paste it into Word file or email message. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വാൻസ് സെർച്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് കൂടുതൽ ആട്രിബ്യൂട്ട്സ് അതിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ലാംഗ്വേജസ് ആയിക്കോട്ടെ, ഡേറ്റ്സ്, ലൊക്കേഷൻസ് ഓഫ് കീവേഡ്സ്, അപ്പോൾ ആ ഒരു രീതിയിൽ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാം. ദെൻ നമുക്ക് ഇത്തരത്തിലുള്ള കേസ് നമ്മൾ ഏതൊരു ഡാറ്റ എടുക്കുന്നത് നമുക്കത് ഇനിയും നമുക്ക് യൂസ് ചെയ്യണം, അത് സെയിം ഡാറ്റ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഫ്യൂച്ചർ യൂസിന് വേണ്ടി. അതുപോലെ തന്നെ ആ സെയിം URL നമുക്ക് വേർഡ് ഫയലിലേക്ക് കോപ്പി ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇമെയിലിലേക്ക് കോപ്പി ചെയ്തിടാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. അതല്ല നമ്മൾ വീണ്ടും വീണ്ടും അത് തന്നെ സെർച്ച് ചെയ്യേണ്ടി വരും. നമുക്ക് ആ സെയിം പേജ് തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്താ കിട്ടുക. നേരെ മറിച്ച് ഇത്തരത്തിൽ നമ്മൾ URL ഓൾറെഡി സേവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ
ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു പേജിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇത്തരം കേസസ് മാത്രമല്ല, നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ബുക്സ് എന്നുള്ള ഓപ്ഷൻ ഗൂഗിൾ സെർച്ചിലുണ്ട്. അതായത് നമുക്ക് അതുമായിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ് അല്ലെങ്കിൽ അതിൻ്റെ ബുക്സ് അവൈലബിൾ ആണ്. അതുപോലെ ന്യൂസ്, വീഡിയോസ്, ഷോപ്പിംഗ്, അങ്ങനെ ഒരുപാട് ടൂൾസ് നമുക്കിവിടെ കാണാനുണ്ട് ഗൂഗിൾ സെർച്ചിൽ. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അക്കാഡമിക്കായിട്ട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസും കാര്യങ്ങളും വായിക്കാൻ വേണ്ടി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് IEEE ഫോം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഷെയർ ചെയ്ത് നമുക്ക് ഈ ഒരു സെർച്ച് എഞ്ചിനിൽ നമുക്ക് ഈ ഒരു രീതിയിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അക്കാഡമിക് സെർച്ച് ടെക്നിക്സ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ 14 കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൽ ഓരോന്നും നമ്മൾ നോക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.